2019 എത്രാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ നടന്നത്? 17. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചതാര്? PJ ആന്റണി. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയ രാജ്യമേത്? ന്യൂസിലാൻഡ്. കബഡി ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദ ഇനമാണ്? ബംഗ്ലാദേശ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതു പേരിൽ അറിയപ്പെടുന്നു? മലയാളി മെമ്മോറിയൽ. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികൾ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏതു സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി ആരായിരുന്നു? കെ രാജു. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ ലാൻഡറിന് നൽകിയ പേര് എന്ത്? വിക്രം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏത്? മാൻഡിൽ. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത്? വയനാട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനമേത്? IRNSS. പടിഞ്ഞാറൻ സമതല പ്രദേശത്തിന്റെ ഭാഗമായി വരുന്ന സ്ഥലമേത്? കൊങ്കൺ തീര സമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ജാരിയ. ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള അഴിമതി തടയുന്നതിനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ലോക്പാൽ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിരാഷ്ട്ര തലവനായിട്ടുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത്? റിപ്പബ്ലിക്. പ്രധാനമന്ത്രിയാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 25 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഒക്ടോബർ 12. ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏത്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏത്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഭരണഘടനയിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏത്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ഭരണഘടനയിൽ ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏത്? ആർട്ടിക്കിൾ 23, 24. മണ്ണിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പെഡോളജി. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? കുണ്ടറ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹമേത്? ചമ്പാരൻ സത്യാഗ്രഹം.
പയ്യന്നൂരിൽ നടന്ന 4-ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? നെഹ്റു. പോളിയോ വാക്സിന്റെ പിതാവ് ആര്? ജോഹനാസ് സോർക്ക്. സാധാരണ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം എത്ര? 46. മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏത്? ഹൃദയം. രോഗപ്രതിരോധ ശക്തിക്ക് ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? നെഹ്റു. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും എടുത്തതാണ്? അറബി. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? കൊടൈക്കനാൽ. ഇന്ത്യയേക്കാൾ വലുപ്പം കൂടിയ രാജ്യമേത്? ബ്രസീൽ. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭ സ്ഥിരം സഭയാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? കരിമ്പ്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 1986. ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത്? നബാർഡ്.